ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്ലോ മോർണിംഗ് ആയിരുന്നു കേട്ടോ. ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു 12:30 ഒക്കെ കഴിഞ്ഞു. എഴുന്നേറ്റ് ഒരു ബനാന മിൽക്ക് ഷേക്കൊക്കെ കുടിച്ചു. എന്നാൽ എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ റെഡിയായി ബ്രിയൊക്കെ കഴിഞ്ഞ് ബ്രീഫിംഗ് റൂമിലിരുന്നു. ഇതാണ് നമ്മുടെ ബ്രീഫിംഗ് റൂം. അതർ സെറ്റ് ഓഫ് ക്രൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മുടെ ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എയർക്രാഫ്റ്റിലോട്ട് പ്രൊസീഡ് ചെയ്തു. എയർക്രാഫ്റ്റിലെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഫുൾ ബിസി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഹൈദരാബാദ് ലാൻഡ് ചെയ്തു, ഹോട്ടലിലോട്ട് പ്രൊസീഡ് ചെയ്തു. നമ്മൾ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്ത് നേരെ ഡിന്നർ കഴിക്കാൻ പോയി. ഡിന്നർ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ റൂമിലോട്ട് വന്നത്. നല്ല ടയർഡായിരുന്നു. സോ ഫ്രഷപ്പായി ലോണ്ട്രിക്കൊക്കെ കൊടുത്ത് കിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ് അഗെയിൻ. സോ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ലേറ്റായി. ഓൾമോസ്റ്റ് 12:30 1 ആയിട്ടുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിരുന്നില്ല. സോ ഫ്രഷപ്പൊക്കെ ആയി ഡയറക്റ്റായിട്ട് ലഞ്ച് കഴിക്കാൻ പോകാനായിരുന്നു നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തിരുന്നത്. മിറർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കണം. അത് ഞാൻ മാത്രമല്ല, എല്ലാ ഗേൾസിനും ഉള്ളൊരു വീക്ക്നെസ്സാണ്. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ഫ്രഷപ്പൊക്കെ ആയി ഫേസ് വാഷൊക്കെ ചെയ്തു, കുളിച്ചു. എന്നിട്ടും എൻ്റെ റൂംമേറ്റ് ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല, ബിക്കോസ് എല്ലാവരും നല്ല ടയർഡായിരുന്നു. അവൾ എഴുന്നേറ്റപ്പോൾ ഒരു 2 മണിയായി. എഴുന്നേറ്റ് അവൾ ഫ്രഷായി വരുമ്പോഴേക്കും ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ ബ്രഞ്ച് കഴിക്കാൻ പോയത്. Got me feeling some kind of way. I confess the rhythm takes over. No room to rest. My heart's dancing. It's a love conquest. Oh, the melody. And finally നമ്മൾ ലഞ്ചിന് പോകാൻ റെഡിയായി. ഞാനും കുറച്ച് നേരം കിടന്നു കേട്ടോ, അവൾ റെഡിയായി വരുമ്പോഴേക്കും. ഇതാണ് കേട്ടോ നമ്മുടെ ക്രൂ ബുഫേ. അങ്ങനെ നമ്മൾ നല്ലോണം ഫുഡൊക്കെ കഴിച്ചു കുറച്ച് നേരം സംസാരിച്ചിരിക്കുമ്പോഴേക്കും സമയമായി. സോ നമ്മൾ റൂമിലോട്ട് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് യൂണിഫോമൊക്കെ മാറി. യൂണിഫോം ഇടണമെന്നൊന്നും കമ്പൽസറി ഇല്ല. നമ്മൾ ആസ് എ പാസഞ്ചറാണ് ഇന്ന് ട്രാവൽ ചെയ്യുന്നത്. സോ നമ്മൾ ഫോർമൽസും ഇടാമായിരുന്നു, പക്ഷെ എനിക്കത് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ യൂണിഫോം വെയർ ചെയ്തു. എന്നിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്ന് തന്നെ ക്യാബ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തിറങ്ങി. നമുക്ക് 6:50 ആയിരുന്നു റിപ്പോർട്ട് ടൈം. പക്ഷേ നമ്മളിവിടെ ഇറങ്ങുമ്പോഴേക്കും ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് ഡിലേ ആയിരുന്നു ക്യാബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് ഇറങ്ങി. പക്ഷേ നല്ല ട്രാഫിക്കായിരുന്നു. നല്ലൊരു പണി കിട്ടിയ ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ നമ്മൾ ഫൈനലി എയർക്രാഫ്റ്റ് എത്തി. എയർക്രാഫ്റ്റും ഡിലേ ആയിരുന്നു, 1 hour ഡിലേ ആയിരുന്നു. സോ കുഴപ്പമില്ലായിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ.